ബിജെപിയുടെ പ്രതിനിധി ശ്രീ പി കൃഷ്ണദാസ് കൂടി നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ശ്രീ കൃഷ്ണദാസ്, ഇന്ത്യയുടെ തലസ്ഥാനം പിടിച്ചിരിക്കുന്നു. ഈ 28 വർഷങ്ങൾക്ക് ശേഷം നിങ്ങളുടെ കൈക്കുമ്പിളിലേക്ക് വരികയാണ് രാജ്യ തലസ്ഥാനം. വിജയത്തെ എങ്ങനെ കാണുന്നു? 1993 BJPക്കുണ്ടായിരുന്ന സീറ്റുകളുടെ ഒരു സ്ഥിതിയിലേക്ക്, വോട്ടിംഗ് പെർസെൻറ്റേജിൻ്റെ ഒരു സ്ഥിതിയിലേക്ക് തിരിച്ചു വരികയാണ്. 93 വിജയത്തിന് ശേഷം BJPക്ക് പിന്നീട് അത്രയും സീറ്റുകൾ നേടിക്കൊണ്ടൊരു വിജയം നേടാൻ ഡൽഹിയിലെ തെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞിരുന്നില്ല. അതിന് പല കാരണങ്ങളുണ്ടായിരുന്നു. രാഷ്ട്രീയപരമായ കാരണങ്ങളുണ്ടായിരുന്നു. പ്രത്യേകിച്ച് കോൺഗ്രസും ആം ആദ്മി പാർട്ടിയും ഒരുമിച്ച് നിന്നുകൊണ്ട് BJPക്കെതിരെ BJP പരാജയപ്പെടുത്താൻ നടത്തിയിരുന്ന രാഷ്ട്രീയ നീക്കങ്ങളുണ്ടായിരുന്നു. BJPക്കെതിരായി നിരന്തരമായി എല്ലാവരും ഒരുമിച്ച് നിന്നിരുന്നൊരു കാലഘട്ടമുണ്ടായിരുന്നു. കോൺഗ്രസിൻ്റെ നിരന്തരമായിട്ടുള്ള പ്രചരണം BJPക്കെതിരെ ഉണ്ടായിരുന്നു. ആം ആദ്മി പാർട്ടിയും കോൺഗ്രസും ഒരുമിച്ച് നിന്നുകൊണ്ട് ഭരണം നടത്തിയിരുന്നൊരു കാലഘട്ടമുണ്ടായിരുന്നു. ആ കാലഘട്ടത്തിൽ നിന്ന് വ്യത്യസ്തമായി രണ്ട് പാർട്ടികളെയും, കോൺഗ്രസിനെയും ആം ആദ്മി പാർട്ടിയും ഡൽഹിയിലെ ജനങ്ങൾ തിരിച്ചറിഞ്ഞിരിക്കുന്നു. BJP 93 ഒരു സ്ഥിതിയിലേക്ക് ഏതാണ്ട് തിരിച്ചു വരുന്നു. അത് മറികടക്കുമോ എന്നുള്ളത് അല്പസമയം കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് പൂർണ്ണമായും പറയാൻ കഴിയൂ. പക്ഷേ ഡൽഹിയിലെ ജനങ്ങൾ വലിയ തരത്തിൽ ആ കാലഘട്ടത്തിലെ ഗവൺമെൻറ്റിന് 93 മുതൽ 98 വരെ ഉണ്ടായിരുന്ന ഗവൺമെൻറ്റിന് അനുകൂലമായി എങ്ങനെയാണോ നിലപാട് സ്വീകരിച്ചത്, ഏതാണ്ട് സമാനമായ രീതിയിലേക്ക് തിരിച്ചു വന്നിരിക്കുന്നു. പ്രധാനമായും കോൺഗ്രസിൻ്റെയും ഒക്കെ ഒരു നിലപാട് നേരത്തെ ഉണ്ടായിരുന്നത് BJP അധികാരത്തിൽ നിന്ന് അകറ്റി നിർത്തുക എന്നുള്ളതായിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ആം ആദ്മി പാർട്ടിക്ക് അനുകൂലമായ നിലപാട് സ്വീകരിക്കുകയും അവർ 2013 BJP മാറ്റി നിർത്തണമെന്നുള്ളത് കൊണ്ടാണ് ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയായിരുന്ന BJPക്കെതിരായി നിലപാട് സ്വീകരിച്ച് ആം ആദ്മി പാർട്ടിക്ക് പിന്തുണ കൊടുക്കുന്ന സാഹചര്യമെല്ലാം ഉണ്ടായത്. അപ്പോൾ കോൺഗ്രസിനെ സംബന്ധിച്ച് അവർ തിരിച്ചറിഞ്ഞിരിക്കുന്നു. അഴിമതിക്ക് വിരുദ്ധമായിട്ടുള്ള, അഴിമതിരഹിതമായിട്ടുള്ള ഭരണം വേണം എന്നാഗ്രഹിച്ചുകൊണ്ട് പ്രചരണം നടത്തുകയും അതിനുവേണ്ടി നടപടികൾ സ്വീകരിക്കണം എന്ന് പറഞ്ഞിരുന്ന ഒരു നേതാവിൻ്റെ നേതൃത്വത്തിൽ വലിയ അഴിമതിയിലേക്ക് ആ മന്ത്രിസഭയിലെ തന്നെ പ്രധാനപ്പെട്ട എല്ലാ നേതാക്കന്മാരും അഴിമതിയുടെ ഭാഗമായി മാറുന്ന, ജയിലിൽ പോകുന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നു. അതിനെ തുടർന്ന് ജനങ്ങൾ അവർക്കെതിരായി നിലപാട് സ്വീകരിച്ചു. ഡൽഹിയിൽ മറ്റ് പല വിഷയങ്ങളുണ്ടെങ്കിലും ഡൽഹിയിലെ ജനങ്ങൾ കാണുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയം, അവരെ വഞ്ചിച്ചുകൊണ്ട് അവർക്ക് കൊടുത്തിട്ടുള്ള നിലപാടുകൾക്ക് എതിരായി നിന്നുകൊണ്ട് ഭരണം കിട്ടിയപ്പോൾ എന്ന് വിശദീകരിക്കുമ്പോൾ പറയും